പോസ്റ്റ് ആക്നി സ്കാർ മുഖക്കുരു പോയിട്ടുണ്ടാവുന്ന കുഴികളും കലകളും അകറ്റുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഫേസ് PRP മൈക്രോനീഡ്ലിംഗ്. ഞാൻ ഡോക്ടർ അമിത മേരി ജേക്കബ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, കാരിത്താസ് ഫാമിലി ഹോസ്പിറ്റൽ, കളത്തിപ്പടി. എന്താണ് ഫേസ് PRP മൈക്രോനീഡ്ലിംഗ്? നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രോട്ടീൻസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് വേർതിരിച്ച് അത് നമ്മുടെ മുഖത്ത് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫേസ് PRP അല്ലെങ്കിൽ വാമ്പയർ ഫേഷ്യൽ. ഇതിനായി 10 to 20 ml ബ്ലഡ് എടുത്ത് അത് സെൻട്രിഫ്യൂഗൽ മെഷീൻ ഇട്ടിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും നമ്മുടെ മുഖത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതോടൊപ്പം ചെയ്യുന്ന മറ്റൊരു പ്രൊസീജിയറാണ് ഫേസ് മൈക്രോനീഡ്ലിംഗ് അല്ലെങ്കിൽ കൊളാജൻ ഇൻഡക്ഷൻ തെറാപ്പി. മൈക്രോനീഡിൽസ്, കുറേ ചെറിയ നീഡിൽസ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഡെർമ റോളർ അല്ലെങ്കിൽ ഡെർമ പെന്നാണ്. ഡെർമ പെൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നീഡിൽസിന്റെ ഡെപ്തും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപയോഗിച്ച് വളരെ ചെറിയ സുഷിരങ്ങൾ നമ്മുടെ മുഖത്തെ സ്കിന്നിൽ ഉണ്ടാക്കുകയും അതുവഴി കൊളാജൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പ്രൊസീജിയറിന് മുമ്പായി മരവിപ്പിക്കുന്ന ഒരു ഓയിൻമെന്റ് നമ്മുടെ മുഖത്തിട്ട് 45 മിനിറ്റിന് ശേഷം മാത്രമേ പ്രൊസീജിയർ ചെയ്യുകയുള്ളൂ. ആർക്കൊക്കെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? പോസ്റ്റ് ആക്നി സ്കാർ, മുഖക്കുരു പോയിട്ടുണ്ടാവുന്ന കുഴികളും കലകളും അകറ്റുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതുകൂടാതെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകൾ, സ്കിൻ റീജുവനേഷൻ, മുഖത്തെ ഗ്ലോ വർദ്ധിപ്പിക്കാനും പാടുകൾ കുറച്ച് ഒരു ഈവൻ സ്കിൻ ടോൺ നൽകാനും സഹായിക്കും. പ്രൊസീജിയറിന് ശേഷം നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? 6 മണിക്കൂറിന് ശേഷം മാത്രമേ മുഖം കഴുകാവൂ. പ്രൊസീജിയറിന് ശേഷം സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് ഉള്ളതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് വേണം. ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാൻ ഒരു മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയറിന് ശേഷം 3-4 ആഴ്ചകൾ കഴിഞ്ഞ് മാത്രമേ അടുത്തത് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു 3-4 സിറ്റിംഗ് ആവശ്യമായി വരും. നമ്മുടെ സ്വന്തം ബ്ലഡിലെ ഘടകങ്ങളെ ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവുന്നതല്ല. ഫേസ് PRP വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ്. കീപ് യുവർ സ്കിൻ ഹാപ്പി ആൻഡ് ഹെൽത്തി. താങ്ക് യു.